17-കാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമം നടത്തിയ സംഭവത്തിൽ ഒന്നാം പ്രതിയെ 7 വർഷം കഠിന തടവിനും 75,000 രൂപ പിഴയടക്കുന്നതിനും തളിപ്പറമ്പ് പോക്സോ അതിവേഗ കോടതി ശിക്ഷിച്ചു. വയനാട് തൊണ്ടർനാട് കോറോത്തെ കൊയ്റ്റിക്കണ്ടിയിൽ KC വിജേഷിനെയാണ് തളിപ്പറമ്പ് പോക്സോ അതിവേഗ കോടതി ജഡ്ജ് R രാജേഷ് ശിക്ഷിച്ചത്. രണ്ടാം പ്രതി പുൽപ്പള്ളി പാതിരിയിലെ കുന്നത്തുചാലിൽ വീട്ടിൽ KK മനോജിനെ കുറ്റക്കാരനല്ലെന്ന് കണ്ട് വിട്ടയച്ചു. 2022 സെപ്റ്റംബർ 14 കേസിനാസ്പദമായ സംഭവം നടന്നത്. രാവിലെ സ്കൂളിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ പെൺകുട്ടിയെ വിജേഷ് കാറിലെത്തി തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. പെൺകുട്ടിയുമായി വീട്ടിലെത്തിയപ്പോൾ വീട്ടുകാർ സ്വീകരിക്കാൻ തയ്യാറായില്ല. ഇതേ തുടർന്ന് ഇവർ മറ്റൊരു വീട്ടിലെത്തി താമസിക്കുകയായിരുന്നു. തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന പെൺകുട്ടിയെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് വിജേഷ് പരിചയപ്പെട്ടത്. പെൺകുട്ടിയുടെ ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് അന്വേഷണം നടത്തി തളിപ്പറമ്പ് SI ദിനേശൻ കോതേരിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതികളെ പേരാവൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. അന്നത്തെ തളിപ്പറമ്പ് ഇൻസ്പെക്ടർ AV ദിനേശൻ ആണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത് പ്രാഥമിക അന്വേഷണം നടത്തിയത്. തുടർന്ന് SI ദിനേശൻ കോതേരി അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു. തുടർന്നാണ് തളിപ്പറമ്പ് പോക്സോ അതിവേഗ കോടതി ജഡ്ജി R രാജേഷ് ഒന്നാം പ്രതി വിജേഷിന് 7 വർഷം കഠിന തടവും 75,000 രൂപ പിഴയടക്കുന്നതിനും വിധിച്ചത്. രണ്ടാം പ്രതി പുൽപ്പള്ളി പാതിരിയിലെ KK മനോജിനെ കുറ്റക്കാരനല്ലെന്ന് കണ്ട് വിട്ടയക്കുകയും ചെയ്തു. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ ഷെറിമോൾ ജോസ് ഹാജരായി. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.